എല്ലാവരെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ വിട്ട് UAE ഒറ്റയ്ക്ക് വന്നത്. മുന്നോട്ടുള്ള ജീവിതം അത്ര എളുപ്പമായിരിക്കില്ലെന്നറിയാം. എന്നാലും എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും എൻ്റെ കരിയറിന് വേണ്ടിയിട്ടും എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാനിവിടെ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസമായി. എൻ്റെ വിസയുടെ കാലാവധിയും ഈ മാസം 5-ാം തീയതി കഴിയാറുമായി. നാട്ടിൽ നിന്ന് ഒരു ഏജൻസിയുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. വെറും 40,000 രൂപ മാത്രം ചിലവാക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് 1,30,000 രൂപ ചിലവാക്കിയിട്ടാണ് ഞാനിവിടെ UAE എത്തിയത്. ജോലി ഉറപ്പെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ഒരു ഏജൻസിയെ വിശ്വസിച്ച് വന്നതാണ് ഞാൻ. ഇനി ആ ഏജൻസിയെ പരിചയപ്പെടുത്താം. സാൻജോസ് എബ്രോഡ് കൺസൾട്ടൻസി, കൊല്ലത്തുള്ള സാൻജോസ് എബ്രോഡ് കൺസൾട്ടൻസി. ഇപ്പോൾ അവരുടെ പേര് സാൻബോസ് ജനസേവന കേന്ദ്രം എന്നാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ വരുന്നതിൻ്റെ പുറകെ അവരുടെ പേര് വീണ്ടും മാറാം. നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലായി ഒരുപാട് പേരെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ആഡ് ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ടാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. തുടക്കം മുതൽക്ക് തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ എറണാകുളത്ത് നിന്ന് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ എന്തുകൊണ്ടോ ട്രിവാൻഡ്രത്ത് നിന്നാണ് ബുക്ക് ചെയ്തത്. കാരണം ഇവർ ആർക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്നോ ആരെയാണോ റിക്രൂട്ട് ചെയ്യുന്നതെന്നോ അതിനെപ്പറ്റിയുള്ള ഒരു ധാരണ അവർക്കില്ല. ആളെ പറ്റിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇവരെ പോലെ കുറേ ഏജൻസികൾ ഇങ്ങനെ നാട്ടിലുണ്ട്. നമ്മളിങ്ങനെ ആഡൊക്കെ കാണുമ്പോൾ ജോബ് തരും എന്നുള്ള കൺഫർമേഷൻ്റെ കാര്യത്തിലൊക്കെയാണ് നമ്മൾ കയറി വരിക. ഇനി ഇവർ ഒറ്റയ്ക്കല്ല, ഇവർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഇവിടെ UAE തന്നെ വേറെയും കുറച്ച് പേരുണ്ട്. അതിലൊരാളാണ് ഷിൻഡോ എന്ന് പറയുന്ന ആൾ. ഒരു ലേഡിയും ഉണ്ട്. ലേഡിയുടെ പേര് മായ എന്നെന്തോ ആണ്. അവർ രണ്ടുപേരും കൂടിയാണ്. നാട്ടിൽ നിന്ന് കുറേ ഏജൻസികളുമായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട്. ഇവർ ഈ നാട്ടിൽ നിന്ന് വരുന്ന കാൻഡിഡേറ്റ്സിനെ ഇവർക്ക് ഇവിടെ കുറച്ച് കമ്പനികളുണ്ട്. വിസയൊന്നും കൊടുക്കാത്ത 3 മാസം വിസിറ്റ് വിസയിലൊക്കെ പണിയെടുപ്പിക്കുന്ന 3 മാസം കഴിയുമ്പോൾ പറഞ്ഞു വിടാൻ പറ്റുന്ന പാകത്തിനുള്ള കുറേ കമ്പനീസ് ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള കമ്പനീസിലാണ് ഇവർ ഈ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി നാട്ടിൽ നിന്ന് ഏജൻസി പറഞ്ഞതുപോലെ അവരൊരു ജോലി ആക്കി തരും എന്ന കൺഫർമേഷൻ ആണല്ലോ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും കമ്പനിയിൽ കൊണ്ട് തള്ളിയിട്ട് പോകലാണ് അവരുടെ പരിപാടി. ഇതൊന്നും അറിയാതെ ഞാനും ചെന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടു എന്നെനിക്ക് മനസ്സിലായി. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 2 ദിവസമല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ തരാതായപ്പോൾ ഞാൻ തന്നെ അവരോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർ തരുന്നൊന്നുമില്ല. ഞാനിത് ഏജൻസിയിലോട് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഇത് തന്നെയാണ്, എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയാൽ അവർ ഉത്തരവാദിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വിസ കഴിയാറായി. ജൂലൈ 5-നാണ് എൻ്റെ വിസ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ വാക്ക് കേട്ട് വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് തന്നെ ജോബ് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജൂൺ 15 ആയപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ വിസയുള്ള ഒരു കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടി. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എനിക്കിവിടെ വിസയുണ്ട്. എൻ്റെ വിസ പ്രോസസ്സിംഗ് കഴിഞ്ഞു. എൻ്റെ മെഡിക്കൽ നാളെയാണ് വരുന്നത്. സാലറി ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ഞാനിപ്പോൾ സന്തോഷത്തിലാണ്. അപ്പോൾ എനിക്കിനി പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഈ സാൻജോസ് എബ്രോഡ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഈ ഒരു കൊല്ലത്തുള്ള ഈ ഏജൻസിയെ വിശ്വസിച്ച് ആരും വരാൻ നിൽക്കരുത്. അവർ വൻ ഉടായിപ്പാണ്. എന്നെപ്പോലെ ഇനിയും എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അവരുടെ ഗൂഗിളിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു റിവ്യൂ ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് താഴെ വന്ന കമൻറ്റാണ് അതിനെ കലിഞ്ഞെട്ടിക്കുന്നത്. അപ്പോൾ അവർ ഈ പണി ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, ഇവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തെളിവാണ് ആ കമൻറ്റ്സ്. എന്തായാലും ഞാനിത് ലീഗലായി പോകാൻ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ ആരും ഇനി ചെന്ന് പെടണ്ട എന്നോർത്തുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.